സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണോ? ചങ്ങാതിമാരെ ഉഷാറാണോ? പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഞാനിത് ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ആരോഗ്യ പ്രയാസങ്ങളും അതുപോലെ സൗണ്ടിനൊക്കെ ഒരു കുറവുണ്ട് കേട്ടോ. ഫാമിലി തിരക്കുകളൊക്കെ കാരണം എനിക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വീഡിയോ നൽകാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ എക്സാം 10th ലെവൽ മെയിൻ എക്സാമുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവില്ല. ഒരുപാട് നാള് നമുക്കിനി പഠിക്കാൻ സമയമുണ്ട്. അല്ലെങ്കിൽ 3-5-6 മാസങ്ങൾ അധികം കിട്ടി. അപ്പൊ അതുകൊണ്ട് ഉഴപ്പരുത്, നന്നായിട്ട് പഠിക്കണം. 10th ലെവൽ മെയിൻസ് VFA, ബീവറേജ് LD, കമ്പനി ബോർഡ് LGS പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മളിതാ ഒരുമിച്ച് ക്ലാസ് നൽകിയാണ്. PSCയുടെ ഹോട്ട് ടോപ്പിക്കുകളാണ് പ്രത്യേകം നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സുകൾ വെറുതെ ഒരു പുറമേ കൂടിയുള്ള ക്ലാസ് അല്ല, മറിച്ച് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളാണ്. അതിന്റെ PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിലൂടെ നൽകുന്നുണ്ട്. 10th ലെവൽ മെയിൻസിന്റെ ഹോട്ട് ടോപ്പിക്കിൽ ഒന്നാണ് പഞ്ചവത്സര പദ്ധതികൾ. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് 5 മാർക്കാണ് കേട്ടോ. അവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി തുടർച്ചയായിട്ട് 47 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇതൊരു ക്ലാസ്സോടുകൂടി നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുകയില്ല, ഓരോരോ ഭാഗങ്ങളായിട്ട് നൽകും. കാരണം നിങ്ങൾക്ക് ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ കൂടെ നിൽക്കുക. നല്ല അടിപൊളി PDF ഒക്കെയാണ് കാണാൻ നിങ്ങൾക്ക് പിറകില്. എല്ലാം നമുക്ക് പഠിക്കണം. നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. മക്കളെ, പഞ്ചവത്സര പദ്ധതികൾ പുതിയ കൂട്ടുകാർ നന്നായിട്ട് ഇത് പഠിക്കുക. എന്നാൽ ഓൾറെഡി പഠിച്ചവർക്ക് റിവിഷൻ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചു, നമുക്ക് രാജ്യം വികസനത്തിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നല്ല നയങ്ങൾ, നല്ല ഐഡിയാസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു ആക്ച്വലി പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങളൊക്കെ നല്ല രൂപത്തിൽ രാജ്യത്തിന്റെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് 5 വർഷം കൊണ്ട് ഇന്ന് എന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുമാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് വരുന്നത്. അപ്പൊ നേരിട്ട് PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഒരു 16-17 ദിവസത്തോളായി സൗണ്ട് ഇട്ടിട്ട് ക്ലാസ് എടുത്തിട്ട്, അതുകൊണ്ടാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് USSR അഥവാ അന്നത്തെ സോവിയറ്റ് റഷ്യ അല്ലെ, ആ USSR ആയിരുന്നു. ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ എവിടുന്ന് കടമെടുത്തു ചോദിക്കാം. റഷ്യ ആയിരുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു ഐഡിയ ലോകത്ത് ആദ്യമായി കൊണ്ടുവരുന്നത്. 5-year പ്ലാൻ കേട്ടോ, പഞ്ചവത്സര പദ്ധതി. പഠിക്കാൻ റെഡിയല്ലേ നിങ്ങള്? അപ്പൊ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ചോദിച്ചാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് 2026 റിപ്പബ്ലിക് ദിനത്തിലാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയി പിറ്റേത്തെ വർഷം നോക്കൂ, ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് 1951. ആ കാലഘട്ടത്തിൽ 47 മുതൽ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ. ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. ആദ്യമായി തുടങ്ങിയ വർഷം മക്കളെ നിങ്ങൾ കൃത്യമായി പഠിച്ചോളുക, 1951. ഉറപ്പിച്ച് പഠിക്കണം. 1 മാർക്കാണ്. 1951 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. സെറ്റാണോ വർഷം? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവാരാണ്? സിമ്പിൾ അല്ലേ? ജവഹർലാൽ നെഹ്റുവാണ്. നമ്മൾ എവിടുന്നായിരുന്നു ഈ ആശയം കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ അഥവാ ഇന്നത്തെ റഷ്യ. ആരായിരുന്നു ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നടപ്പിലാക്കിയത്? ജോസഫ് സ്റ്റാലിൻ അല്ലെ, USSRന്റെ ഭരണാധികാരി. നോക്കൂ, കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ കൊടുക്കാം. നമുക്ക് ഇപ്പോ നല്ല രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് 5 വർഷക്കാലത്തെ ഈ പഞ്ചവത്സരം എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? അറിയാം നിങ്ങൾക്ക്. 5 വർഷക്കാലത്തെ ആസൂത്രിതവും സംഘടിതവും ആയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. അങ്ങനെ ആലോചിച്ച് വെക്കണം, ബൈ ഹാർട്ട് പഠിക്കണ്ട. സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹിക വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക. ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ? തുടക്കത്തിൽ ഞാൻ ഒരു ഇൻട്രോ വലിച്ചു നീട്ടി പറയാത്തതിന്റെ കാരണം ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമൂഹിക വികസനത്തിനും സഹായകമാകുന്ന ദേശീയ പദ്ധതികൾ വിഭാവനം ചെയ്യുക, അതാണ് ലക്ഷ്യം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനാണെങ്കിൽ നോക്കൂ, എന്തൊക്കെയാണ് ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്? ഒന്ന്, സാമ്പത്തികമായ വളർച്ച ഉണ്ടാവണം. ഈ ഒരു 5 വർഷം കൊണ്ട് ഇന്നൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പത്തിക വളർച്ച വേണം. അതുപോലെ തന്നെ പുതിയ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരണം. ആധുനികവൽക്കരണം അല്ലേ, സ്വാശ്രയത്വം. നമ്മൾ എല്ലാ മേഖലയിലും സൂപ്പറായിട്ട് സ്വയം പര്യാപ്തത നേടണം രാജ്യം. അതിനു വേണ്ടിയിട്ട് സ്വാശ്രയത്വം,
ആധുനികവൽക്കരണം, സാമ്പത്തിക വളർച്ച. ഒന്ന് ആലോചിക്കുകയെ, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. പിന്നെന്താണ്? സമത്വം. ഇവിടെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അത്യാവശ്യം നല്ല പണക്കാരുമുണ്ട്. അപ്പൊ രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ആളുകൾക്ക് മാക്സിമം അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുക. സമത്വം ഈ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും സമത്വവും നിങ്ങൾ നോട്ട് വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിനി പഞ്ചവത്സര പദ്ധതികളിലേക്ക് കടക്കാം. 51 മുതൽ തുടങ്ങി എന്ന് പറഞ്ഞു. നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 1, 2, 3 ഇങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ ഓരോന്നും പഠിക്കണം. വിശദമായിട്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കണം. ഇതൊരു 10th ലെവൽ, ഏകദേശം +2 ലെവൽ എക്സാമുകൾക്ക് വരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഇത്രയും കാലം PSCയുടെ PYQ എല്ലാം വിലയിരുത്തി അത്യാവശ്യം നിങ്ങൾ റാങ്ക് ഫയലൊക്കെ പഠിക്കുന്ന കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി പഠിക്കുക. എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് അഡീഷണൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മളിത് പഠിക്കുമ്പോ ഞാൻ നമ്മുടെ രാഷ്ട്രപതിമാർ ഈ ക്ലാസ് എടുത്തില്ലേ, നല്ല പാട്ടുപാടി, ഓർമ്മല്ലേ? രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ, വേറെ പല ടോണിലായിരിക്കും മുമ്പ് പാടിയത്, ഇപ്പൊ തൽക്കാലം ഈ ടോണിൽ കിടക്കട്ടെ. അപ്പൊ രാജേ രാധേ സഖി ഗിരി ഫക്രു നീലം ജ്ഞാനി രാമ, രാജേന്ദ്ര പ്രസാദ്, രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, അല്ലെ സക്കി, അങ്ങനെ പാടല്ലേ. പിന്നെ ആരാണ്? VV ഗിരി, രാജേ രാധേ സക്കി ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇതിങ്ങനെ രാഷ്ട്രപതിമാർ 5 വർഷമാണ് അവരുടെ കാലാവധി. പഠിക്കുന്ന സമയത്ത് സക്കീർ ഹുസൈൻ മരണപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നീട് ഒരു മുസ്ലിം നാമധേയം നോക്കൂ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ രാഷ്ട്രപതിമാർ ഇങ്ങനെ ഇടക്കാലത്ത് വെച്ചിട്ട് മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് 5 വർഷം തികക്കില്ലല്ലോ. അപ്പൊ ആ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രപതിമാർ പഠിക്കേണ്ടതെന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്നു. അതൊരിക്കൽ കൂടി ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് വേണ്ടി 2026 ഞാൻ ക്ലാസ് എടുക്കും, പാട്ടുപാടി, കേട്ടോ. ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട, അത് കാണേണ്ട ആവശ്യമുള്ളവരൊന്ന് കമന്റ് ചെയ്യും. എത്ര പേര് കമന്റ് ചെയ്യും നോക്കട്ടെ, രാഷ്ട്രപതിമാരുടെ ക്ലാസ് വേണമെങ്കിൽ. അപ്പൊ അതൊരു 2-3 ക്ലാസ് നമുക്കത് കംപ്ലീറ്റ് പഠിക്കാം. പഞ്ചവത്സര പദ്ധതികൾ പോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾ പഠിക്കുമ്പോ 51 മുതൽ ഇങ്ങനെ 5 വർഷമല്ല, അതിനിടയിൽ ചില ഗ്യാപ്പുകൾ വരുന്നുണ്ട്. അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തില്, ഇതൊക്കെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ 51 മുതൽ തുടങ്ങുന്നു, 5 കൂട്ടിയാൽ 56, 5 വർഷമായേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം പഠിക്കാനുള്ള ട്രിക്കാ പറയുന്നത്. 2 എന്ന് പറയുമ്പം 56 തുടങ്ങിയിട്ട് 61 5 വർഷം കൂട്ടിക്കേ, 56 മുതൽ 61 വരെ, 56 മുതൽ 2 61 വരെ. 3 എന്ന് പറയുമ്പോ 61 മുതൽ 66 വരെ. എനിക്ക് സൗണ്ടിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 66 വരെ. അപ്പൊ 1, 2, 3 പഞ്ചവത്സര പദ്ധതികൾ കൃത്യമായിട്ട് ഒരു ഗ്യാപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല. 5, 5, 5 അങ്ങനെ 15 വർഷം. 51 മുതൽ ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുവരെയെങ്കിലും പഠിക്കണം. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ മൈൻഡ് ഒക്കെ സെറ്റ് ആണെങ്കിൽ നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കണവേ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥ, നെഹ്റുവാണ് പ്രധാനമന്ത്രി, കൃഷി വേണം, ഭക്ഷണം വേണം, അല്ലെ? ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ, ഒരുപാട് ഭൂമിയുണ്ട്, കർഷകരുണ്ട്. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് കൃഷിയായിരുന്നു, ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ടാണ് 1 കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഒരു വിശേഷണം PSC പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങളത് മാത്രം പഠിച്ചാൽ മതി. എത്ര തവണയാ പരീക്ഷകളിൽ ചോദിച്ചത്? 1ന്റെ വിശേഷണം അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു, 2 എന്ത് പേരിൽ അറിയപ്പെടുന്നു, 3 എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗാഡ്ഗിൽ, ഹരോൾഡ്, PC മഹൽനോബിസ്. ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 1000-ലധികം തവണ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ പഞ്ചവത്സര പദ്ധതിയുടെ ചോദ്യം കാണാം. അതിലേറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇന്ന മോഡൽ, ഇന്ന മാതൃക പഠിക്കണേ. ഒന്നാമത്തത് ഹരോൾഡ് ഡോമർ മാതൃക. ഒന്നാമത്തത് ഹരോൾഡ് ഡോമർ മാതൃക. പഠിച്ചോ? എല്ലാരും പഠിച്ചേ. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക. ഒന്നെന്താണ് പറഞ്ഞ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. സെറ്റാണ്, കാർഷിക പദ്ധതിയാണ് ഹരോൾഡ്. റിപ്പീറ്റ് ചെയ്ത് പറയണേ, എത്രയും തവണ പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞ് വീണ്ടും പഠിക്കുക. ഹരോൾഡ് ഡോമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1951 നമ്മുടെ നെഹ്റുവാണ്. സെറ്റാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം അഥവാ കരട് തയ്യാറാക്കിയ ഒരു മലയാളി ഉണ്ട്. നോക്കൂ, രാജ്യത്തിന്റെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ
ആമുഖം അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുക പിള്ളേരെ. രാജ്യത്തിന്റെ ആദ്യത്തെ ആ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം KN രാജ്. പേരെന്താണ്? KN രാജ്. സാറിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ KN രാജ് പഠിച്ചോ നിങ്ങൾ. KN രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും പഞ്ചവത്സര പദ്ധതിയുടെ എല്ലാം അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ. അപ്പൊ അന്നത്തെ പ്രധാനമന്ത്രി ആരാണോ? നെഹ്റു അല്ലേ? അദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമന്ത്രി. അതിന്റെ ഒരു ഉപാധ്യക്ഷനായിട്ട് നോക്കൂ, ഗുൽസാരി ലാൽ നന്ദയാണ് വരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദ. നമ്മൾ ആസൂത്രണ കമ്മീഷൻ പഠിക്കാനുണ്ട്. ആ സമയത്ത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കൂ, അവിടെ 2-3 ഡയലോഗുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മാറിയ സാഹചര്യത്തിൽ PSC പരീക്ഷകളിൽ കടന്നു വരും. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ എന്ന് വെച്ചാൽ ഓർത്തു വെക്കണേ, തുടക്കത്തിലെ ഇന്ത്യയുടെ ഒരു വികസനത്തെ കുറിച്ച് പറയാണ്. ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചതാരാണ്? നോക്കൂ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ KN രാജേട്ടൻ, മലയാളിയാണ് KN രാജേട്ടൻ. അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം, അദ്ദേഹത്തിന് നല്ലൊരു പോസിറ്റീവായ ഒരു ചിന്ത. നോക്കൂ, പെട്ടെന്ന് നമ്മൾ വികസിക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. ആരാണ് പറഞ്ഞത്? നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞത് KN രാജാണ്. പഠിച്ചോടാ പിള്ളേരെ, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. നോക്കൂ, നിരീശ്വരവാദിയായ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ, ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം നോക്കൂ. ഡാമുകൾ വരണം, അവിടെ എന്തെല്ലാം മാറ്റമാണ് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ജനതയ്ക്ക് ഉണ്ടാവുക അല്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ക്ഷേത്രങ്ങളല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ, ഓക്കെ, ആ ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ SCRലുള്ള കേട്ടോ. അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ചോദിക്കാം, അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞത്? നെഹ്റുവാണ്. അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. അപ്പൊ 2 ഡയലോഗ് ആലോചിച്ച് വെച്ചേ. അപ്പൊ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെ കാർഷിക പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. നെഹ്റു ആയിരുന്നു അവതരിപ്പിച്ചത്. അതിന്റെ കരട് തയ്യാറാക്കിയത് KN രാജ് എന്ന മലയാളിയാണ്. ക്ലിയർ ആണ്? ഇനി ഈ 51ന്റെയും 56ന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒറ്റ ക്ലാസ്സോട് കൂടി ഞാനതെല്ലാം പഠിപ്പിക്കൽ പ്രായോഗികമല്ല. പല ക്ലാസ്സുകളിലായി നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരേ ഒരു ക്ലാസ് ആണ് എടുത്തത് കേട്ടോ. അപ്പൊ അതിനുശേഷം ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും വരും. അപ്പൊ നമുക്കതൊക്കെ പഠിക്കാം. ഓക്കെ ആണോ? ഇപ്പൊ തൽക്കാലം നോക്കൂ, 51, 52 എല്ലാവർക്കും അറിയാം, ഇല്ലെങ്കിൽ അറിയാത്തവർ ഇപ്പൊ പഠിക്കാം. ഇന്ത്യയിലെ റിപ്പബ്ലിക്കായി പിറ്റേത്തെ വർഷമാണ് ഇന്ത്യയിലെ പബ്ലിക് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 51-ല് 52 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നമ്മൾ ചുരുക്കി NDC എന്ന് വിളിക്കാം. NDC ഇവിടെ കരിച്ചു എന്നാണ്, രൂപീകരിച്ചു കേട്ടോ, രൂപീകരിച്ചു, മിസ്സിംഗ് ആണ് വാക്ക്. അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് വികസനവുമായി ബന്ധപ്പെട്ട്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ചത്, ഡേറ്റ് പഠിക്കണേ, 52 ഓഗസ്റ്റ് 6, 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6 ശേഷം അതേ വർഷം ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയാണ്. പക്ഷെ ആ ഒക്ടോബർ 2 നിങ്ങൾ ആലോചിച്ച് വെക്കുക, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ CDP, ചുരുക്കി വിളിക്കാം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ CDP, കുടുംബാസൂത്രണം ഇന്ത്യയിൽ ആരംഭിച്ചു 52-ൽ. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണവും ആരംഭിച്ചത് 52-ലാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC വന്നത് 52-ലാണ്. ഇത് രണ്ടും പഞ്ചവത്സര പദ്ധതിയുമായി ചേർത്ത് പഠിക്കേണ്ട വർഷങ്ങളാണ്. ഇപ്പൊ കുടുംബാസൂത്രണം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ NDC സെറ്റാണ്. ഇതേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ 53 ഡിസംബർ 28 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കേട്ടോ. ഈ 3 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഡേറ്റ് പഠിക്കണം കേട്ടോ. ഇവിടെ ഞാൻ ചിലതൊന്നും ഡേറ്റ് ചെയ്തില്ല, അത് ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഡിസംബർ 28 നോട്ട് ചെയ്ത് വെക്കുക. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, UGC നിലവിൽ വന്നു 1953 ഡിസംബർ 28. സെറ്റാണോ?
54 ഇന്ത്യയില് ആണവോർജ വകുപ്പ് നിലവിൽ വരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ആണവോർജ വകുപ്പ് നിലവിൽ വരുന്നത്. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം പഠിക്കണേ പുതിയ കൂട്ടുകാര്. നമുക്കറിയാം ഫ്രാൻസിന്റെ അധീനത പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരിയും നമ്മുടെ കേരളത്തിലെ കുഞ്ഞു മാഹിയും അല്ലെ, യാനം, കാരക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പൊ ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം ഫ്രാൻസുകാർ പോയിട്ട് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. നോട്ട് ചെയ്ത് പഠിക്കുക. ഈ 4 പ്രദേശങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ആണവോർജ വകുപ്പ് 54 ഈ കാലഘട്ടത്തിലാണ്. UGC 53, NDCയും കുടുംബാസൂത്രണവും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും 52. ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ്, ലോകസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു 51-52 കാലഘട്ടത്തിലാണ്. ഇനി നോക്കൂ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 55 അല്ലെ, ഈ ഒരു പീരീഡിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രധാനപ്പെട്ട കൃഷിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ. 55 ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ടല്ല, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും കൊണ്ട് മാറരുത്. അപ്പൊ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തണ്ണീർമുക്കം ബണ്ട് ക്ലാസ് എടുക്കും, പറയും. പക്ഷെ എന്നാലും അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലാത്തൊരു ബേജാറാവേണ്ട, അടുത്ത ക്ലാസ്സിൽ വരും. തണ്ണീർമുക്കം ബണ്ട് ഏത് വർഷമാണ് വന്നത്? തണ്ണീർമുക്കം ബണ്ട് ഇതെന്തിനാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ PSC പരീക്ഷയിൽ എപ്പോഴും ഇത് രണ്ടും അങ്ങോട്ടും കൂടെ മാറിപ്പോകും മകളെ. സ്പിൽവേ അതൊക്കെ ഒരു വേ, മറ്റേ ബണ്ടാണ്, രണ്ടും കണക്കാണ് പറയുമ്പോൾ. അപ്പൊ തോട്ടത്തിലേക്ക് വെള്ളം കയറണം ആലോചിച്ചായി എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കമുണ്ട്, കുട്ടനാട്ടിലേക്ക് ഉപ്പ് വെള്ളം കയറുന്ന കൃഷി നാശമാവുന്ന വിഷയമുണ്ട്. 2 വിഷയങ്ങളാണ് കുട്ടനാട്ടിലുള്ളത്, നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒന്ന്, കുട്ടനാട്ടിലേക്ക് വെള്ളപ്പൊക്കം, അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ഉപ്പ് വെള്ളം കയറുന്നതാണോ വെള്ളപ്പൊക്കമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കൃഷിയും വേണം, ജീവനും വേണം. ആദ്യം വലുത് ജീവനല്ലേ? ആണ്. അപ്പൊ 1955 ആക്ച്വലി തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വരുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ച് വെക്കണം നിങ്ങള്. അത് വരാൻ കാരണം അവിടെ വെള്ളപ്പൊക്കം തടയാനാണ്. അപ്പൊ 55 തോട്ടപ്പള്ളി സ്പിൽവേ, 1955 തോട്ടപ്പള്ളി സ്പിൽവേ. അങ്ങനെയാണെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് എന്നാണ് വന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത വർഷം അല്ലെ, അടുത്ത ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ 1955 ഇതേ തോട്ടപ്പള്ളി സ്പിൽവേ വന്ന സമയത്ത് തോട്ടത്തിൽ വേണമെങ്കിൽ SBI വന്നു ആലോചിച്ചാൽ മതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മക്കളെ, അതിനു മുമ്പ് ഇമ്പീരിയൽ ബാങ്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1921 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഇമ്പീരിയൽ ബാങ്ക് രൂപീകരിക്കുന്നത്. ആ ഇമ്പീരിയൽ ബാങ്ക് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് മാറും. നമ്മൾ ഇന്ന് കാണുന്ന SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുന്നത് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 955 ജൂലൈ 1, 955 ജൂലൈ 1, 955 ജൂലൈ 1 SBI പഠിച്ചല്ലോ. ആ തോട്ടപ്പള്ളി സ്പിൽവേ 55. 54 കാര്യങ്ങൾ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഫ്രാൻസുകാർ വിട്ടുപോയ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ആണവോർജ വകുപ്പ് വന്നത് ആലോചിച്ച് വെക്കുക. 54 2 കാര്യം, 55 2 കാര്യം, 53 1 കാര്യം, 52 2 കാര്യം മനസ്സിൽ ഇങ്ങനെ എഴുതി വെക്കുക. കൂടാതെ ഈ പറയുന്ന കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ അത് കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു IIT ആയിരുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 IITകൾ രൂപീകരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. IITകൾ പൂർണ്ണമായും വന്നു എന്നല്ല, IITകൾ രൂപീകരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട IITകൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഖരഗ്പൂരാണ്, ബോംബെ ആണ്, മദ്രാസ് ആണ്, കാൺപൂരാണ്, ഡൽഹിയാണ്. നോക്കൂ, ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്. ഈ ഖരഗ്പൂർ എവിടെയാണെന്ന് പലർക്കും ഡൗട്ടാണ്. കാരണം ഖരഗ്പൂറും കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, UPയിലാണോ വെസ്റ്റ് ബംഗാളിലാണോ? എവിടെയാണ് ഖരഗ്പൂർ? ഇപ്പൊ അറിയാത്തവർ ഇങ്ങനെ കുത്തിരിക്കും, ഇതിപ്പോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഇയാളെന്തിനാ കമന്റ് ചെയ്യാൻ പറഞ്ഞു? ഗൂഗിളിൽ അടിച്ചു നോക്ക്, ഇപ്പൊ മറന്നുമില്ല. അതുകൊണ്ടാ ഖരഗ്പൂർ IIT ആണ്, ഖരഗ്പൂർ അല്ല. ഇതിൽ ഏതോ ഒന്നാണ്. ഓപ്ഷൻ A UP, ഓപ്ഷൻ B വെസ്റ്റ് ബംഗാൾ. നിങ്ങളുടെ മനസ്സിൽ കിടക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, ഗൂഗിളിൽ നോക്കുമ്പോൾ. ഇപ്പൊ ഖരഗ്പൂർ എന്ന് പറയുന്ന IIT, കാൺപൂർ എന്ന് പറയുന്ന IIT ഉണ്ട്, വേറെ മദ്രാസ് IIT ഉണ്ട്, ബോംബെ IIT ഉണ്ട്, ഡൽഹി IIT ഉണ്ട്. പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങളാണ്. ഒന്ന് ഉത്തർപ്രദേശ്, ഒന്ന് വെസ്റ്റ് ബംഗാൾ, ഒന്ന് ബോംബെ, ഒന്ന് മദ്രാസ്, ഒന്ന് ഡൽഹി. 5 സ്ഥലങ്ങൾ പഠിച്ചു വെക്കട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോട്ടെ ഞാന്. 2 ഒന്ന് കൃഷിയാണ് മക്കളെ. അത് നോക്കൂ, 51 മുതൽ 56 വരെയാണെങ്കിൽ 2 വ്യവസായം വേണ്ട ഇന്ത്യയിൽ. ഇഷ്ടപ്പെട്ട് പഠിക്കണേ. ലക്ഷ്യം വ്യവസായം, 1 കൃഷിയാണ്, 2 വ്യവസായമാണ്. ഒന്ന് ഹരോൾഡ് ഡോമർ മാതൃക എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ മാതൃക PC മഹൽനോബിസ്. ആ പേര് നമ്മൾ ബജറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സിന്റെ മറ്റ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിൽ നിങ്ങൾ പഠിക്കും.
ഇപ്പൊ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. അവിടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ 56 ഇന്ത്യയിൽ ഒരു വ്യാവസായിക നയം വരുന്നുണ്ട്. ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ വ്യാവസായിക നയം. അതിനു മുമ്പ് വ്യാവസായിക നയം വന്നിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട വ്യാവസായിക നയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നോക്കൂ 56 വ്യാവസായിക നയമാണ്. 48 നമുക്ക് പറയാം കേട്ടോ, കഥകൾ വേറെ പറയാനുണ്ട്. അപ്പൊ 1956 വ്യാവസായിക നയം നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ വർഷം 56 ആയതുകൊണ്ട് 56 വ്യാവസായിക നയം. ഇവിടെ ഒരു ചോദ്യം, നല്ലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന. എടാ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഈ വ്യാവസായിക നയം കേട്ടോ. അതുകൊണ്ട് ചോദിക്കാം, പിള്ളേരെ പഠിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് രണ്ടാമതായി വന്ന പ്രധാനപ്പെട്ട വ്യാവസായിക നയമായ 1956 വ്യാവസായിക നയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നു. ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച 56 വ്യാവസായിക നയം വരുന്നു. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ്. അവിടെയും അധ്യക്ഷൻ നെഹ്റുവാണ്, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ തന്നെയാണ്. ഇവിടെ ഇതാ വ്യാവസായിക നയം വന്ന വർഷമാണ് ഇന്ത്യയിൽ ദേശീയപാത. പഠിക്കണേ, PYQ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ദേശീയപാത നിയമം, നിങ്ങൾ നാഷണൽ ഹൈവേസ് കാണാറില്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിലൂടെയില്ലേ ഇപ്പൊ 6 വരി പാതയൊക്കെ ഗംഭീരമായിട്ട് പോകുന്നില്ലേ? അപ്പൊ ദേശീയപാത നിയമം എപ്പോൾ വന്നു? 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം PSCക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട PSCയുടെ ഹോട്ട് ടോപ്പിക് ആണ്. നമ്മളിതൊരു ക്ലാസ് എടുക്കും കേട്ടോ. എന്ത്? ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ നിയമം. ആ നിയമത്തിന്റെ ഭാഗമായിട്ട് ഫസൽ അലി കമ്മീഷൻ 53 വരുന്നുണ്ട്. 56 ഭാഗമായിട്ട് ഇന്ത്യയില് 14 സംസ്ഥാനങ്ങൾ. പഠിക്കണേ, 1956 കേരളം രൂപീകരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾ. എത്രയാണ്? 14. ബൈഹാട്ട് പഠിക്കുക. 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത് 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഉറങ്ങാതെ പഠിച്ചേ. 57 നോക്കൂ, ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കരുതുക, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇന്ത്യ ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിന്റെയും പ്രവർത്തനം പരിശോധിക്കുന്നതിനും അവയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ചു. ഇന്ത്യയില് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത് 1957. 56 3 കാര്യങ്ങൾ കിട്ടിയല്ലോ. വ്യാവസായിക നയം, ദേശീയപാത നിയമം, സംസ്ഥാന പുനഃസംഘടനാ നിയമം. 57 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നോക്കൂ, 58 ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. DRDO, നമ്മുടെ ഈ പറയുന്ന പ്രതിരോധ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമല്ലേ DRDO. 58 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതി, വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി കാലഘട്ടത്തില് 1958 DRDO, 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം, 56 ദേശീയപാത നിയമം. സെറ്റാണോ? ഇനി 59 മകളെ കാലഘട്ടം ഏതായിരുന്നു? 56 മുതൽ 61 വരെ അല്ലേ? അതിന്റെ ഉള്ളിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളായ ഭിലായ്, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിലവിൽ വരുന്നു. മകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, PSC പരീക്ഷയുടെ ഹോട്ട് ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകളും. നമ്മളിത് മറ്റൊരു ക്ലാസ്സിൽ, ജോഗ്രഫി ക്ലാസ്സിൽ വിശദമായിട്ട് ഞാൻ തന്നെ ക്ലാസ് എടുക്കും നിങ്ങൾക്ക് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ചങ്ങാതി എന്നോട് പറയണം, റോജ് ബിച്ചറ എന്നല്ലേ അന്ന് പറഞ്ഞത് അല്ലേ? റോജ് ബിച്ചറ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കോഡാട്ടോ, നമ്മുടെ കോഡൊന്നും അല്ല. റൂർക്കേല, ഒഡീഷ, ജർമ്മനി. റോജ് ബിച്ചറയാണ് 59 എന്ന് പറയുമ്പം ഇവിടെ വിമോചന സമരം നടന്ന കാലഘട്ടമാണ് അല്ലെ? നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് രാജ് സംവിധാനം, ദലൈലാമ ഇങ്ങോട്ട് പലായനം ചെയ്തു. അങ്ങനെ തുടങ്ങി നിങ്ങളെ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദമായിട്ട് കോഡ് പറഞ്ഞ് പഠിപ്പിച്ച 59 ഒരുപാട് കാര്യങ്ങൾ. 1959 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തില് എന്ന് വെച്ചാൽ വിമോചന സമരം, ഇവിടെ EMS ഗവൺമെന്റിനെ പുറത്താക്കിയില്ലേടാ, ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തില്ല മക്കളെ, ഉണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനം വന്നില്ല മക്കളെ. 1959 ഇനിയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഒരു 10-20 ഫാക്ട് 59 1959. അപ്പൊ അന്നാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയൊക്കെ ആവുന്നത് അല്ലെ?
അപ്പൊ 1959 വന്നു റോജ് ബിച്ചറ. എന്തായിരുന്നു റോജ് ബിച്ചറ? റോജ് റൂർക്കേല എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായമാണ്. ബിലായ് ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായമാണ്. ബിലായ് റഷ്യ, ഛത്തീസ്ഗഡ്, അതാണ് റോജ് അല്ലേ. റോജ്, റൂർക്കേല ജർമ്മനി, ഒഡീഷ. 59 റോജ് ബിച്ചറ. നോക്കൂ, ദുർഗാപൂർ എന്ന് കേൾക്കുമ്പോൾ ദുർഗ എന്ന് പറയുന്ന ഒരു ദേവത അല്ലെങ്കിൽ ഒരു ആരാധന ഒക്കെ ബംഗാളിലല്ലേ, ദുർഗാ പൂജയൊക്കെ ബംഗാളിലാണ്. അപ്പൊ ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ആദ്യം അവരുടെ താവളമാക്കി മാറ്റുന്നത്. പ്ലാസി യുദ്ധം അല്ലെ. ഇപ്പൊ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ബംഗാളാണ്. ശരിക്കും അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ എന്നല്ല പറയാ, ബംഗാൾ എന്ന് പറയാ. അപ്പൊ ബ്രിട്ടൻ, ദുർഗ, ബംഗാൾ. ഏതാ വർഷം? 62. അതുകൂടി അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ആക്ച്വലി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡ് കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ഉൾപ്പെടുത്താത്തത്, ദുർഗാപൂർ കേട്ടോ. അപ്പൊ 62 അത് വരുന്നത്. 59 ബിലായും റൂർക്കേലയും വരുന്നത്. പഠിച്ചോ? വ്യത്യാസം മനസ്സിലായോ? 3 പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ പഠിച്ചോ? അപ്പൊ ദുർഗാപൂർ 62. ബൊക്കാറോ 64. നമുക്ക് പഠിക്കാം, ഞാൻ പറഞ്ഞല്ലോ അടുത്ത ക്ലാസ് ഞാൻ എടുത്തരും. ബൊക്കാറോ ചിന്നക്കുട്ടി എന്നൊന്നും പറയണ്ട, അത് സിനിമയിൽ പറയുന്നില്ലേ. ബൊക്കാറോ എന്ന് പറയുമ്പോൾ ബൊക്ക വെക്കുന്നു ആരുടെ നെഞ്ഞത്ത്? ഇവിടെ നെഹ്റു. പാവണ്ടാവും അല്ലെ, ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് 1964. അപ്പൊ ബൊക്ക വെച്ച് പറയാം, ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പൊ നമുക്കത് പിന്നീട് പറയാം. ഇതിൽ ഏറ്റവും വലുതാണ് ബൊക്കാറോ. ഇപ്പൊ ഇവിടെ ബിലായ്, റൂർക്കേല, ദുർഗാപൂർ 3 പറഞ്ഞു. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ബംഗാൾ സെറ്റാണ്. ഇതേ 59 ശേഷം 60 സമയത്ത് സിന്ധു നദീ ജല കരാർ ഒപ്പുവെച്ചു. മക്കളെ, ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് നമ്മള് ഈ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തു. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ മെയിൻ ചാനൽ സ്ട്രൈക്കർ കോച്ചിങ്ങിലുണ്ട്. CA ഗംഭീരമായിട്ട് നമ്മൾ 2020 കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടവർക്ക്, ഓപ്പറേഷൻ സിന്ധൂർ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. എന്നായിരുന്നു സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തത്? പഹൽഗാം ഭീകരാക്രമണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഒന്ന് കമന്റ് ചെയ്തേ. സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തത് എന്നായിരുന്നു? റദ്ദു ചെയ്തത് അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം, അറിയാത്തവർ ഗൂഗിളിൽ നോക്കി പഠിച്ചോ, അല്ലെങ്കിൽ കമന്റ് ബോക്സ് നോക്കി കേട്ടോ. ജസ്റ്റ് പഹൽഗാം ഭീകരാക്രമണം അറിഞ്ഞിരിക്കണം. മെയ് 7 നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ അങ്ങോട്ട് തിരിച്ചടിച്ചാണ്. എന്നാൽ അതിനു മുമ്പ് ഏപ്രിൽ മാസം എന്തായിരുന്നു? 21, 22, 23 ഞാൻ പറയില്ല, നിങ്ങൾ ആലോചിച്ച് കമന്റ് ചെയ്യുക. അപ്പൊ അവിടെ അതിന്റെയൊക്കെ ചരിത്രം നിങ്ങൾ നോക്കണം. സിന്ധു നദീജല കരാർ ഈ അടുത്ത് കഴിഞ്ഞ അല്ലെ കുറച്ച് മാസങ്ങൾ മുമ്പാണ് റദ്ദ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ സിന്ധു നദീജല കരാർ വരുന്നു 1960 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തില് സെപ്റ്റംബർ 19. ഡേറ്റ് പഠിക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 59 ബിലായ് റൂർക്കേലയാണെങ്കിൽ 60 സിന്ധു നദീജല കരാർ 1960 സെപ്റ്റംബർ 19. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് ഞാൻ പോകട്ടെ. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൂടി പറയാന്ന് വിചാരിക്കുന്നു. മക്കളെ, വീണ്ടും 5 വർഷത്തെ ഗ്യാപ്പാണ്. 61 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ബോറടിക്കുന്നുണ്ടോ? 1 ഹരോൾഡ് ഡോമർ മാതൃക, 2 PC മഹൽനോബിസ് മാതൃക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമായിട്ട് തോന്നുവാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1 കാർഷിക പദ്ധതി, 2 വ്യാവസായിക പദ്ധതി. മാഷേ ലക്ഷ്യങ്ങളൊന്നും പറഞ്ഞില്ലാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ക്ലാസിന്റെ തുടക്കത്തിൽ കമന്റ് ചെയ്യുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ഈ ക്ലാസിന്റെ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതിയുടെ സീരീസിന്റെ അവസാനം നമ്മൾ ലക്ഷ്യങ്ങൾ സെപ്പറേറ്റ് എഴുതി പഠിക്കും. പോരെ? അപ്പൊ സെറ്റാക്കിയാൽ പോരെ? മതി കേട്ടോ. കാരണം ഓരോ പഞ്ചവത്സര പദ്ധതിയും ഇത്ര ലക്ഷ്യം കൈവരിക്കുമെന്ന് ആദ്യം ഒരു കണക്കൂടലുണ്ടാവും. അത് നേടിയോ അല്ലെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് പറയാൻ കാരണം ഇന്ത്യയില് ഏറ്റവും പരാജയപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു 3. കാരണം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇത്ര നേടും എന്ന് വിചാരിക്കും, അതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ അല്ലെ അതിനോട് ചേർന്ന് നിന്നാൽ ഓക്കെ, നമ്മളിപ്പം വളർച്ച കൈവരിക്കും, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നേട്ടമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തത്. എന്തായിരുന്നു ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. എന്ന് വെച്ചാല് ആദ്യം കൃഷി, 2 വ്യവസായം, ഇത് രണ്ടും ഓക്കെ. ആദ്യം കൃഷി ചെയ്യുന്നു, പിന്നെ വ്യവസായമൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൽ രണ്ടിലും എന്ത് ചെയ്യുക? സെറ്റാകുക, സ്വയം പര്യാപ്തത വരിക. ഭക്ഷണമാണല്ലോ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇപ്പം വ്യവസായം എന്ന് പറയുന്നത് സാമ്പത്തികമാണല്ലോ. അപ്പൊ സാമ്പത്തിക അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇതാണ് മൂന്നാമത്തത്. അവിടെ നിങ്ങൾ നോട്ട് വെക്കുക. PSCയുടെ ആൻസർ ആണ് ഞാൻ എടുത്തു പറയുന്നു. PSCയുടെ ആൻസർ പ്രകാരം PSC ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റും. ഇടക്കിടക്ക് 4, ഇടക്കിടക്ക് 3, അവസാനം എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഇപ്പൊ ഫൈനലായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നിലവിൽ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി എന്തേലും മാറ്റേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. കമന്റ് ചെയ്തോ നിങ്ങൾ എന്തേലും മാറ്റമുണ്ടെങ്കിൽ.
ഇപ്പൊ നിലവിൽ PSC മൂന്നാം പഞ്ചവത്സര പദ്ധതിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിലാണ് ഗാഡ്ഗിൽ മോഡൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ പഠിച്ചോ, PC മഹലോബിസ് പഠിച്ചു, 3 ഗാഡ്ഗിൽ. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം, ഇവ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 61 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ഹരിത വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിരിച്ചിരിക്കുന്ന ആ സുന്ദരനെ ഓർമ്മയുണ്ട്. ആരാണത്? നമ്മുടെ MS സ്വാമിനാഥൻ അല്ലേ, ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവങ്ങളുടെ പിതാവാണ്. ശ്രദ്ധിക്കണേ, പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ജനിച്ച വർഷം നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1925 ഓഗസ്റ്റ് മാസം 7. അല്ല മാഷ്, ഇതൊക്കെ എന്തിനാ ഡേറ്റ് പഠിക്കുന്നതെന്നാ വേണം. കാരണം SCERTയിൽ 2 സ്ഥലത്ത് ഇത് കൊടുത്തിട്ടുണ്ട് മക്കളെ. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൈത്തറി ദിനം, ജാവലിംഗ് ത്രോ ദിനം എന്നൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ടാവും. അപ്പൊ ഓഗസ്റ്റ് മാസം 7-ാം തീയതി നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. 1925, 100 വർഷം കഴിഞ്ഞ കൊല്ലം അല്ലേ. അപ്പൊ നോക്കൂ, എന്നാൽ 2023 അദ്ദേഹം മരണപ്പെടുന്നത്. കഴിഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി LGS എക്സാമിൽ ചോദിച്ചിരുന്നു ഈ ഡേറ്റ് ഒക്കെ കേട്ടോ. അത് കറണ്ട് അഫയേഴ്സ് ചോദിച്ചാണ്. 2023 സെപ്റ്റംബർ 28. ഇതും SCERTയിൽ ഉണ്ട് മക്കളെ. അപ്പൊ 1925 ഓഗസ്റ്റ് 7 ജനിച്ച് 2023 സെപ്റ്റംബർ 28-ാം തീയതി മരിച്ച ഇന്ത്യയിൽ ഹരിത വിപ്ലവങ്ങളുടെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു ഹരിത വിപ്ലവം വന്നത് അല്ലെ. നെഗറ്റീവ് നോക്കണേ, ശ്രദ്ധിക്കണേ, നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്നും അറിയപ്പെടുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവായി പോയത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആലോചിക്കണം, ഇഷ്ടപ്പെട്ട് പഠിക്കണം. 51 മുതൽ 56 വരെ കൃഷിയെ കുറിച്ച് പറഞ്ഞു, തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ പറഞ്ഞേ. 56 ശേഷം വ്യാവസായിക നയവും ഈ പറയുന്ന ദേശീയ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. 61 വരെ. 61 ശേഷം മക്കളെ തുരുതുരാ പ്രശ്നങ്ങളാണ്. 62-ലാണ് നമ്മളിതാ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട യുദ്ധം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽരാജ്യമാണ്, വലിയൊരു രാജ്യമാണ്, ശക്തി കൊണ്ടും എല്ലാം കൊണ്ടും അവരോട് യുദ്ധം ചെയ്തു. പ്രശ്നമല്ലേ? സ്വാഭാവികമായിട്ടും പ്രശ്ന. ബൈഹാർട്ട് പഠിക്കണേ, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. വർഷം 62 ഇന്ത്യ ചൈന യുദ്ധം, 62 ഇന്ത്യ ചൈന യുദ്ധം, 62 ഇന്ത്യ ചൈന യുദ്ധം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇങ്ങനെ തകർന്നു തരിപ്പണമാവില്ലേടോ. മൂന്നാം പഞ്ചവത്സര പദ്ധതി 62 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ വരുന്നു. 352 ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 അല്ലെ സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. നമുക്ക് മറ്റൊരു ഭരണഘടനാ ക്ലാസ് പറയാം കേട്ടോ. അപ്പൊ 62 ഇന്ത്യ ചൈന യുദ്ധം. 65 നമ്മുടെ കോഡിങ് ഓർമ്മയില്ല, KSRTC ബസ്സിൽ ചെമ്മീൻ കുട്ടകളുമായി വന്ന BSF ജവാന്മാരുടെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പൊ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ആ കോഡൊക്കെ പിന്നെ പറയാം കേട്ടോ. നമ്മുടെ പല ക്ലാസ്സിലുണ്ട്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ 10, 150, 200 ക്ലാസ്സുകൾ അത് കണ്ടാൽ നിങ്ങൾക്ക് 10th ലെവൽ മെയിൻസും പ്രിലിംസും ഒക്കെ നിങ്ങൾ പാസ്സാവും, ഞാൻ ഗ്യാരണ്ടി. നമ്മുടെ 2 ചാനലുണ്ട് കേട്ടോ, നിങ്ങളത് കണ്ടൊന്ന് നോക്കുക. 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു. അപ്പൊ ഇതും കടുത്ത വരൾച്ചയും കാരണമാണ് ഈ പദ്ധതി ലക്ഷ്യം കൈവരിക്കാൻ പറ്റാതെ പോയത്, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ നെഗറ്റീവായി മാറിയത് എന്ന് ആലോചിക്കണം. 61 പഠിച്ചു വെച്ച് അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. NCERT സ്ഥാപിതമായി. 1961 NCERT സ്ഥാപിതമായി. 62 CBSE പരിഷ്കരിച്ച് അവസാനമായി രൂപീകരിച്ച് ഒരു ബോർഡാക്കി. CBSEയുടെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ CBSE അവസാനമായി അതിന്റെ സെറ്റപ്പായി ഒരു ബോർഡ് പോലെ രൂപീകരിച്ചത് 62-ലാണ്. 61 NCERT, 62 CBSE. പഠിച്ചു വെക്കാൻ എളുപ്പമല്ലേ? 61 NCERT, 62 CBSE, 62 ഇന്ത്യ ചൈന യുദ്ധം, അതിന്റെ ഭാഗമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ. 64 കോത്താരി കമ്മീഷൻ. നോക്കൂ, ഒരു ബൊക്ക ഇങ്ങനെ കോർത്ത് മാല കോർത്ത് ബൊക്കയാക്കി നെഹ്റുവിന്റെ ആ ഒരു എന്താ പറയാ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ വിളിച്ചു. കോർത്ത മാല ബൊക്കാരോ ഇരുമ്പുരുക്ക് വ്യവസായശാല 64 കോർത്തു അല്ലെ. രാധാകൃഷ്ണൻ കമ്മിറ്റി ഉണ്ട്, കോത്താരി ഉണ്ട്, മുതലിയാറുണ്ട്, ഇങ്ങനെ പല വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ട്. പിള്ളേരെ ഒക്കെ പഠിക്കാൻ വെക്ക് കേട്ടോ.
അപ്പൊ കോത്താരി കമ്മീഷൻ, മുതലിയാറല്ല കോത്താരി, അപ്പം കോത്താരി 64, കോർത്ത ബൊക്ക, നെഹ്റു മരണപ്പെട്ടു 64 അല്ലേ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 65, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നത്. നമ്മുടെ ആ ഒരു കഥയിൽ ഓർമ്മയുണ്ടാവും, എന്റെ പ്രീവിയസ് ക്ലാസ് കേട്ടവർക്ക്. ആ ഒരു KSRTC ബസ്സിൽ ഡയറി മിൽക്ക് ഒക്കെ തിന്ന BSF ജവാന്മാര്. അപ്പോൾ 65 KSRTC, 65 BSF രൂപീകരിച്ചു, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 65 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. എവിടെയാടാ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്? ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ A കർണാൽ, അത് ഹരിയാനയിലാണ്. ഓപ്ഷൻ B ആനന്ദ്, അത് ഗുജറാത്തിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണ്? അപ്പൊ 2 ഓപ്ഷൻ പറഞ്ഞെങ്കിൽ ഒന്ന് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആയിരിക്കും, ഒന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഒന്ന് അറിയുന്നവർ കമന്റ് ചെയ്യും കേട്ടോ. എവിടെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉള്ളത്? 2 ഓപ്ഷൻ ഞാൻ തന്നില്ലേ, അപ്പൊ 2 പഠിക്കുന്നത് മനസ്സിലായില്ലേ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടാ. നോക്കൂ, ഈ പറയുന്ന 3ാം പഞ്ചവത്സര പദ്ധതി PSCയുടെ ആൻസർ പ്രകാരം ഗാഡ് കിൽ മോഡൽ എന്നറിയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഒരു നല്ല റെയർ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാം ഡിഗ്രിക്കാരോടൊക്കെ. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നതും 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് പറഞ്ഞേ? ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ 66 വരെ എന്നല്ലേ പറഞ്ഞത്? 61 മുതൽ 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ 1966 ഇതാ നോക്കൂ, 64 നെഹ്റു മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി അപ്പൊ വന്നിട്ടുണ്ടാകും. അദ്ദേഹം ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. ജലായിമൊച്ചരൻ ഇരാവി ചന്ദ്ര നരസിംഹ. ഞാനൊരു ശ്ലോകം ഇങ്ങനെ ചൊല്ലും, ഇപ്പൊ ഞാൻ പറയുന്നില്ല, നേരത്തെ പാട്ടുപാടി രാധേ സഖീഗിരി, അതുപോലെ തന്നെ ജലായിമൊച്ചരൻ. ഇതൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായി ഇങ്ങനെ ഇടക്കിടക്ക് ത്രെഡ് ഇട്ടിരുന്നത്. ക്ലാസ് ഒന്നും എടുക്കൂല, കാരണം ഇതൊക്കെ മുമ്പ് എടുത്ത ക്ലാസ്സാ. പ്രധാനമന്ത്രിമാർ ഞാൻ വീണ്ടും എടുക്കും, നിങ്ങളുടെ റിക്വസ്റ്റ്. രാഷ്ട്രപതിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, പ്രധാനമന്ത്രിമാർ നമ്മൾ പഠിക്കും. ഓൾറെഡി എടുത്തിട്ടുണ്ട് ഒരു ക്ലാസ് നെഹ്റു, ഇനി ബാക്കി പ്രധാനമന്ത്രിമാർ നമ്മൾ എടുക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു 6-7 മാസം നമുക്കുണ്ട്. 8 മാസം കൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരോഗ്യ പ്രയാസങ്ങളും വേറെ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും യൂട്യൂബ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് 1966 ജനുവരി 10-ാം തീയതിയാണ്. പിള്ളേരെ ഡേറ്റ് പഠിക്കണേ, ജനുവരി 10-ാം തീയതി. ജനുവരി 11-ാം തീയതി അദ്ദേഹം മരണപ്പെടുന്നത് ആരാമേ? ലാൽ ബഹദൂർ ശാസ്ത്രി. ഒരു കൊച്ചു ഗുരുവിയുടെ അവസാന വിജയം എന്നാ വിളിച്ചത്. താഷ്കന്റ് കരാർ ഒപ്പുവെക്കുന്നു 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതിന്റെ ഭാഗമായിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താഷ്കന്റ് കരാർ ഒപ്പുവെക്കുന്നത് 1966 കേട്ടോ. 66 ജനുവരി 10-ാം തീയതി. അപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആ കാലഘട്ടത്തിലുള്ളത്. നിങ്ങൾ അവിടെ ആലോചിച്ച് നോക്കൂ, ഒരു നല്ല പോയിന്റ്. 61 മുതൽ 1961 മുതൽ 66 വരെയാണ് 3ാം പഞ്ചവത്സര പദ്ധതി. തുടങ്ങിയ 61 നെഹ്റുവായിരുന്നു. ഇതിനിടയിൽ പാവൻ ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു. 66 ജനുവരി 11-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ 66-ൽ 3ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്ന സമയത്ത് ആരായിരിക്കും? ഇന്ത്യയുടെ 3ാമത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ജലായി മൊച്ചരൻ എന്നാ പറഞ്ഞത്. ജലായി ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ജലായിമൊച്ചരൻ കണ്ടോ? ആ കൂടെ ഉണ്ടോ? സ്ലോഗൻ കണ്ടോ? ജലായിമൊച്ചരൻ ജലായിമൊച്ചരൻ ഇരാവി ചന്ദ്ര നരസിംഹ. വീണ്ടും ഇന്ദിരാഗാന്ധി വരുന്നുണ്ട്, ആ കഥ നമുക്ക് പറയാം. അപ്പൊ പ്രധാനമന്ത്രിമാരുടെ ക്ലാസ് കേട്ടോ. അപ്പൊ 3ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ നെഹ്റു അധ്യക്ഷനും പിന്നീട് ഇന്ദിരാഗാന്ധിയുമാണ്. അപ്പൊ തൽക്കാലം ഞാൻ ക്ലാസ് നിർത്തുമ്പം ഒരു ചെറിയ ഒരു ഹോളിഡേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു ഷോർട്ട് ബ്രേക്കാണ്. ഇന്ദിരാഗാന്ധി വരുന്നു, ആ വരവിൽ തന്നെ മേഡം ഒരു ഹോളിഡേ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പോയി. അപ്പൊ ആ ട്രിപ്പിന്റെ വിശേഷങ്ങളും കഥകളും ഇതാ 4ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് കണ്ട. ബോംബിടുന്നുണ്ട്, അണുബോംബുണ്ട്, ആര്യഭട്ടൻ, അങ്ങനെ കിടലം പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരമാവധി കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം. പോരൊക്കെ ഉണ്ടാകും ക്ലാസ്സിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ, നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാം കേട്ടോടാ. അപ്പോ ഒരു ചെറിയ ബ്രേക്ക്, ഹോളിഡേക്ക് പോകുന്നൊന്നുമില്ല. ഇന്ദിരാഗാന്ധി ഹോളിഡേക്ക് പോയ കഥ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ 3 സെറ്റായി പഠിച്ചു വരണേ. ബൈ, താങ്ക് യു.